ഹല്ലേലൂയ, സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗം. നമ്മൾ അങ്ങനെ കർത്താവിൻ്റെ സഭയെ വചനം പ്രസംഗിച്ച്, പൗലൂസിൻ്റെ ഭാഷ കടമെടുത്ത് പറയാം, ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെ സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യും. അതിനായി നിൽബലത്തോടെ വ്യാപരിക്കുന്നവൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. പാസ്റ്റർമാർക്ക് യാതൊരു പ്രയോജനമില്ലെന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് കാറ് മേടിക്കാം, BMW മേടിക്കാം, വേണമെങ്കിൽ ചിലർക്ക് അതിൻ്റെ പിറകെ പായല്ലേ ചിലർ. ഞാനൊന്നും ആർക്കും വേണ്ട. BMW പിന്നെ 10 ലക്ഷം 20 ലക്ഷം 25 ലക്ഷം ഒരു പാസ്റ്റർ BMWക്ക് വേണ്ടി കിടന്ന് പായുന്നതായിട്ട് ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടു. പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. അപ്പോസ്തലന്മാർ രക്ഷിക്കപ്പെട്ട് വരുന്നവരെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കിക്കൊണ്ടിരുന്നു. ദൈവസഭയെ ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരുന്നു. അവർക്ക് സ്വർഗരാജ്യം കിട്ടാൻ, ദൈവരാജ്യം കിട്ടാൻ അക്ഷാന്ത പരിശ്രമം ചെയ്ത് അവർ പ്രബോധനം പറഞ്ഞ്, ഉപദേശം പറഞ്ഞ് ദൈവസഭയെ ഒരുക്കി അവസാനം അവിടെ തലപോയി. ഇവിടെ സുവിശേഷം പ്രസംഗിച്ച് കോടികൾ ഉണ്ടാക്കി വിദേശ രാജ്യങ്ങളിൽ പോയി ഫണ്ട് റേസ് ചെയ്ത് കോടിക്കണക്കിന് ഇവിടെ വീടും വെച്ച് സുഖിച്ചുകൊണ്ടിരിക്കുക പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ജഡികന്മാരായ പാസ്റ്റർമാർ. നിങ്ങളെ ഓർത്ത് ഞാൻ കരയുന്നു. ഹല്ലേലൂയ. റവറൻ്റ് പട്ടം ചമഞ്ഞ്, ഡോക്ടർ പട്ടം ചമഞ്ഞ്, എന്തൊക്കെ പേരെടുക്കാമോ എന്നിട്ട് കൂടിയിരിക്കുമ്പോൾ ഒരു പാട്ട് പാടാം. അതാ ഭയങ്കരം. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം മേലുള്ളേരുശല് ദിവ്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെ. എന്തിനാണ് ഈ പാട്ട് പാടി തൊലച്ചു കളയുന്നത്? ആരോ ഭക്തന്മാരോ ഭക്തമതികളോ എഴുതിയ പാട്ടുകൾ ഒരു ഗുണമില്ലാത്തവരെടുത്ത് പാടി ആ പാട്ടിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നത് എന്തിന്? ഹല്ലേലൂയ. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാണ്, മേലുള്ള യെരൂശലേം നിത്യഗ്രഹം. പഴയ നിയമ യെരൂശലേം കിടന്ന് ചോര ചീന്തുക. ഹല്ലേലൂയ. പുതിയ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തൊരു സ്ഥാനവും വേണ്ട, മാനവും വേണ്ട. എൻ്റെ കൂടെയുള്ള സഹോദരന്മാരൊക്കെ എന്നോട് പറയും, പാസ്റ്റർ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറയും, ഞാനൊരു ഓർഡിനറി പാസ്റ്ററാണ്, സാധാ പാസ്റ്റർ. സഹോദരൻ എന്ന് വിളിച്ചാൽ എനിക്ക് സന്തോഷം. മരിക്കുന്നവരെയും ഈ പ്രൊഫഷൻ മതി, വേറെ ഒരു സാധനം വേണ്ട. സെൻറ്ററും വേണ്ട, ലോക്കലും വേണ്ട, പ്രസിഡന്റും വേണ്ട, ഒന്നും വേണ്ട. ആര് വെച്ച് നീട്ടിയാലും വേണ്ട. 5-6 പ്രസ്ഥാനങ്ങളോളം എനിക്ക് ഓഫർ വന്നു. ഞങ്ങളുടെ അവിടെ വന്ന നല്ല സഹോദര, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് ഞാൻ സ്ഥലം വിട്ട അവിടെ. അതുകൊണ്ട് ഇന്ന് ഞാൻ ദൈവകൃപയെ നിലനിൽക്കുന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ തമ്മിത്തല്ലി വഴക്കുണ്ടാക്കി കോടതിയിലും കയറി ഞാനും നടന്നതന്നെ ഈ ഗുണം പിടിക്കാത്തവരുടെ ഗ്രൂപ്പിൽ ഞാൻ പെട്ടുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം, നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യം, നമ്മളുടെ ലക്ഷ്യം കർത്താവിനോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ്. അതിന് തടസ്സമായി എന്തു വന്നാലും വലിച്ചെറിഞ്ഞ് കളഞ്ഞോണം. നിന്റെ ധനമാണ് തടസ്സം, വലിച്ചെറിഞ്ഞ് കള. നിന്റെ കസേരയാണ് തടസ്സം, വലിച്ചെറിഞ്ഞ് കള. നിനക്ക് തരുന്ന ബഹുമാന പുരസ്കാരങ്ങളാണെങ്കിൽ വലിച്ചെറിഞ്ഞ് കള. സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ഒരു രക്തസാക്ഷിയായി തീരാൻ കൊതിക്കതാ നല്ലത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് പറയേണ്ട കാര്യം, അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം കൂടുതലിട്ട്, അതുകൊണ്ടായി പറയുന്നു. ഇവിടെ കിടന്ന് ആള് കളിച്ചാൽ നരകത്തിൽ കിടന്ന് ധനവാന്റെ കൂടെ പോയി കിടക്കാൻ പറ്റും. കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷി ആയാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് മാനം ഉണ്ടാകും. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞു പോയ സമയം പോവും. അപ്പോൾ ഇവിടെ എന്നാൽ സഹോദരന്മാരെ, സ്തോത്രം, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചത്, നിങ്ങൾക്ക് ലഭിച്ചത്
നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ല എന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം പിടിച്ചുകൊണ്ടാൽ. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് പാപബോധം ഉണ്ടാക്കണം വിശ്വാസികൾക്ക്. ആ പാപത്തിൽ നിന്ന് അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ കർത്തൃത്വം ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കണം. പിന്നെ അന്ന് മുതൽ യേശുക്രിസ്തുവാണ് കർത്തൃത്വം ചെയ്യേണ്ടത്. ഇന്നിപ്പോൾ ആ ഉപദേശമൊക്കെ കാറ്റി പറത്തിയിട്ട് പതിറ്റാണ്ടുകളായില്ലേ. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മളെ തന്നെ കർത്തൃത്വം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നോ, യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു പറഞ്ഞാൽ പിന്നെ നമ്മളെ കർത്തൃത്വം നടത്തേണ്ട കർത്താവാണ്. റോമർ 15:18 അതാ പറയും, ക്രിസ്തു നമ്മളോട് പ്രവർത്തിക്കണം. നമ്മൾ ജന്മം ചെയ്താൽ വിട്ടുകൊടുക്കുമോ? നമുക്ക് കുറെ പണവും കുറെ പേരും കുറെ പ്രശസ്തിയും വന്നപ്പോൾ നമ്മൾ എന്തോ ആണെന്നാണ് ഒരു തോന്നല്. നമ്മളെന്തോ ഒരു സംഭവമാണെന്ന. ഒന്നുമില്ല, വട്ടപൂജ്യമാണ് നമ്മളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പിടിച്ചുകൊള്ളുന്നതുമായ സുവിശേഷം, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് സുവിശേഷം മുറുകെ പിടിക്കുക. സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗമായ പ്രമാണം മുറുകെ പിടിക്കുക. അതുവരെയും സുവിശേഷം മുറുകെ പിടിക്കുന്നില്ല നമ്മൾ. സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവൻ സുവിശേഷത്തിൻ്റെ രണ്ടാം ഭാഗമായ പ്രമാണം, ഉപദേശം അനുസരിച്ച് ജീവിക്കണം. 2 തെസ്സലോനി 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. വാക്കിനാൽ തന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി പുസ്തകം, ലേഖനങ്ങളിലൂടെ തന്നത് റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ, വെളിപ്പാട് 1, 2, 3 അധ്യായം കൂടി നമുക്കെടുക്കാം. അത് മുറുകെ പിടിക്കണം. അത് മുറുകെ പിടിക്കാതെ സ്വർഗരാജ്യത്തേക്ക് കയറാൻ ഒരു വഴിയുമില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കതിൽ വിശ്വാസമില്ല. കാരണം അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. കർത്താവും വിശുദ്ധ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നത് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. ഇന്നത്തെ ഒരു പാസ്റ്റർ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ളത് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. അല്ലാത്തത് പറഞ്ഞാൽ എനിക്കത് വേണ്ട. എന്താ കാര്യം? എൻ്റെ നിത്യതയെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനതങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടാൽ എന്താണ്? അങ്ങനെ പിടിച്ചുകൊണ്ടാൽ ഹല്ലേലൂയ, സ്തോത്രം. വൃഥാ വല്ലാതെ വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്നവിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ യേശു ക്രിസ്തു ജനിച്ചത് തിരുവെഴുത്തിൻ പ്രകാരം, ജീവിച്ചത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ ഉപദേശങ്ങൾ പറഞ്ഞത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ മരിച്ചത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ അടക്കപ്പെട്ടത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ ഉയർത്തെഴുന്നേറ്റത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ സ്വർഗത്തേക്ക് കയറിപ്പോയത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ മടങ്ങി വരുമെന്നുള്ളത് തിരുവെഴുത്തിൻ പ്രകാരം, തൻ്റെ സഭയെ ചേർക്കുമെന്നുള്ളത് തിരുവെഴുത്തിൻ പ്രകാരം, അവൻ 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ട് സ്വത്രം അവൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുമെന്നുള്ള തിരുവെഴുത്തിൻ പ്രകാരം, എല്ലാം തിരുവെഴുത്തിൻ പ്രകാരം. അപ്പം അതുകൊണ്ട് തിരുവെഴുത്ത് വിട്ടുള്ളൊരു കളിയും നമുക്ക് വേണ്ട. ഈ ന്യൂ ജനറേഷൻ പിള്ളേർ കാണിക്കുന്ന ചപ്പടി വിദ്യകളൊന്നും നമ്മളാരും കാണിക്കണ്ട. അവർ പിള്ളേരാണ്, അവരങ്ങ് വിട്ടേരി. പൂജാൻ താടി വെച്ചവനൊക്കെ കിടന്ന് കളിക്കുന്നത് ബോധമില്ലാത്ത പോക്ക, സുബോധം നഷ്ടപ്പെട്ട പോക്ക, ഒക്കെ നാശത്തിലേക്കാണെന്ന് മനസ്സിലാക്കുക. വചനത്തിൽ ഇല്ലാത്തതൊന്നും നമ്മൾ ഉപദേശിക്കരുത്, പറയരുത്, പഠിപ്പിക്കരുത്. ഞാൻ അതിനെപ്പോഴും പറയുന്ന ഭാഗം 14-ാം അധ്യായത്തിൽ പറയുന്ന ആകാലത്തെ സൗരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മവർദ്ധനവും തൂകട്ടെ. നമ്മൾ കൂടി വരുമ്പോൾ എന്തുണ്ടാകണമെന്ന് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്. അത് മാത്രമേ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടുള്ളൂ. കൊരയും ചിരിയും ഛർദ്ദലും തുപ്പലും ഒന്നും വേണ്ട. ഇതൊക്കെ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല. അപ്പോസ്തലന്മാർ ചെയ്യാത്തതും പറയാത്തതുമായ കാര്യങ്ങളൊന്നും ഒരു പാസ്റ്ററും ഒരു വിശ്വാസിയും ഒരു സംഘടനയും ചെയ്യരുത്. ഞാനത് ശക്തമായ താക്കീതായിട്ട് തരികയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ നിത്യതയെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നത്. പൗലോസ് പറഞ്ഞു, ഞങ്ങളെ അനുകരിപ്പിൻ,
ഞങ്ങൾ കാണിച്ച മാതൃപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. അവർ ചെയ്തത് നമ്മൾ ചെയ്യുക, അവർ പറഞ്ഞത് നമ്മൾ പറയുക, അവരുടെ ഉപദേശങ്ങൾ നമ്മൾ അനുസരിക്കുക, അത് പ്രസംഗിക്കുക. അതിൻ്റെ അപ്പുറം കയറി പോകരുത്, അതിര് വിട്ട് പോകരുത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. അതിര് വിട്ട ദൈവമില്ല. പിന്നെ ഉള്ളത് ദുരാത്മാവാണ്. ഏത് ക്രിസ്തുവിൻ്റെ ആത്മാവായിരിക്കും പിന്നെ നിങ്ങളിൽ? ഇന്ന് പലരും ആ അവസ്ഥയിൽ കിടക്കുകയാണെന്ന് വളരെ ഭയാനകമായ നിലയിൽ ഞാൻ നിങ്ങളോട് പറയുക. അത് പറയുമ്പോൾ എനിക്ക് വലിയ പേടിയാണ്. ഒരു കാലത്ത് കേരളക്കരയെ കിടുകിടാ വിറപ്പിച്ച ഭക്തന്മാർ ഇന്ന് 8ഉം 10ഉം പോക്കറ്റുമായിട്ടൊക്കെ നടക്കുക. ഹല്ലേലൂയ. അവരുടെ ലക്ഷ്യം ഭൗതികമാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി വിശുദ്ധയുടെ ഉപദേശം പ്രസംഗിച്ച് ജനത്തെ ഒരുക്കേണ്ടതിന് പകരം ചെറുപ്പക്കാരെ പോലും തെറ്റിച്ച് കളയത്തക്ക നിലയിൽ ഈ പ്രിയപ്പെട്ടവരായി തീർന്നെന്ന് ഓർക്കുമ്പോൾ ഞാൻ ഭയത്തോടെയാണ് അത് നോക്കിക്കാണുന്നത്. എന്തിന് നമുക്ക് പണം? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയാൽ പോരെ? ഇത് അനീതിയുള്ള മാമോനല്ലേ? ഇത് വാരിക്കോരി കൂട്ടിയാൽ സ്വസ്ഥത കിട്ടുമോ? സമാധാനം ഉണ്ടാകുമോ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞാൻ ആ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. അപ്പൊ എല്ലാം തിരുവെഴുത്തിൻ പ്രകാരമാണ്. 5-ാം വാക്യം. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി. അടുത്ത എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ കൊരിന്ത് സഭയെ നിങ്ങൾ കേൾപ്പിച്ചു തന്നുവല്ലോ. അടുത്ത ഒരുമിച്ച് പ്രത്യക്ഷനായി. അടുത്ത അത് അവരുടെ കാലഘട്ടത്തിൽ എഴുതിയതാണ്ട് അങ്ങനെ പറയുന്നത്. അടുത്ത ചിലർ നിദ്ര പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചുപോയി എന്നുള്ള അർത്ഥത്തിലാണ് കിടക്കുന്നത്. അടുത്ത പ്രത്യക്ഷനായി. ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും പറയുക. റവറന്റ് പട്ടവും ഡോക്ടർ പട്ടവും ഒക്കെ അങ്ങോട്ട് പൊളിച്ചു കളയുക ഈ വാക്യത്തിന് മുമ്പിൽ. എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ. KJV ട്രാൻസ്ലേഷൻ വായിച്ചു പഠിച്ചോ? ബോൺ ഔട്ട് ഓഫ് ഡ്യൂ ടൈം. അകാലപ്രജ. ഒടുവിൽ, എല്ലാവർക്കും ഒടുവിൽ അകാലപ്രജ. മാസം തികയുന്നതിന് മുൻപ് പ്രസവിച്ചിടുന്ന ഒരു ചാവുള്ള ഒരു മാംസകഷ്ടമായ എനിക്കും പ്രത്യക്ഷനായി. പൗലോസ് തന്നെ താഴ്ത്തുകയാണ്. ദൈവസന്നിധിയിൽ ഞാൻ ഏതുമില്ലെന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന റവറന്റുമാര്, ഡോക്ടർമാര് ആ പേരൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തോട്ടിക്കളഞ്ഞിട്ട് ഒരു കർത്താവിൻ്റെ എളിയ ദാസനെന്ന് പൗലോസിനോട് ചേർന്ന് പറ, അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യത നഷ്ടമാകും. സാധ്യതയുണ്ട്. കാരണം അഹങ്കാരികൾക്ക് സ്വർഗരാജ്യമില്ല. ദൈവവചനത്തിലില്ലാത്തതൊന്നും നമുക്ക് വേണ്ട. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഗോതമ്പിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, റവയെ കുറിച്ച് പറയുന്നില്ല. എൻ്റെ അറിവിലില്ല. ഗോതമ്പുണ്ട്, പിന്നെ മറ്റു പല ധാന്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് കിട്ടി ഈ റവറന്റ്? എവിടെ നിന്ന് കിട്ടി ഈ ഡോക്ടറായിട്ട് മാസ്റ്റർമാർ പറയുന്നെങ്കിൽ ഒരു ടെലസ്കോപ്പ് കൂടി കഴുതിലിട്ടിട്ട് വന്നേക്കണേ. ആ മാന്യതയെങ്കിലും നിങ്ങൾക്ക് കിട്ടട്ടെ. എന്ത് റവറന്റ്, എന്ത് ഡോക്ടർ! പത്രോസിനെ കുറിച്ച് യോഹന്നാനെ കുറിച്ചും പ്രവൃത്തി പുസ്തകം പറയുന്നത് എന്താ? ഇതാ പഠിപ്പില്ലാത്തവരും സാമാന്യ മനുഷ്യരെന്നറിയാൻ ആശ്ചര്യപ്പെട്ടു. ദൈവം അവരുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് അവർ ദൈവവചനം പ്രഘോഷിക്കുകയും അത്ഭുതങ്ങളുടെ അടയാളങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തപ്പോൾ ജനം ആശ്ചര്യപ്പെട്ടു. ഇത് പഠിപ്പില്ലാത്ത നമുക്കിപ്പോൾ പഠിപ്പ് കൂടിയതാണ് പ്രശ്നം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല വളരെ ഉയർന്നു വന്നതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അറിവ് കൂടിപ്പോയി, അറിവ് ചീർക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം. അറിവ് ചീർക്കുന്നു. സൗന്ദര്യവർദ്ധനവ് അഹങ്കാരം ഉണ്ടാക്കുന്നു. സമ്പത്ത് അഹങ്കാരം ഉണ്ടാക്കുന്നു. അറിവ് അഹങ്കാരം ഉണ്ടാക്കുന്നു. ഹല്ലേലൂയ. പുസ്തകത്തിൽ കാണുന്ന കാര്യം ഞാൻ പറഞ്ഞു, അല്ല ഞാൻ ചുമ്മാ പറയുകയല്ല, എൻ്റെ ഭാഷ പറയുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
പ്രിയമുള്ളവരെ, വേദപുസ്തകം നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിന്റെ താളുകൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കയറിക്കഴിയുമ്പോൾ, അതിൻ്റെ പഠനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായി തീരാനിടയായിത്തീരും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ധനനിമിത്തം ഹൃദയം ഗർവിച്ചു, സൗന്ദര്യ നിമിത്തം ഹൃദയം ഗർവിച്ചു, അറിവ് നിമിത്തം ഹൃദയത്തിന് ഗർവുണ്ടായി. അതൊന്നും വരുന്നിരട്ടില്ല. മറ്റത് പ്രവചന പുസ്തകത്തിലാണ്. നമ്മൾ നന്നായിട്ടത് മനസ്സിലാക്കണം. നമുക്ക് കുറേ അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നല്ലതാണ്. താണിരുന്നോണം ദൈവസന്നിധിയിൽ. എനിക്കൊന്നും അറിയില്ല കർത്താവേ എന്ന് പറഞ്ഞ് താണിരുന്നോണം. അല്ലെങ്കിൽ എന്താ പറ്റും? അതിൻ്റെ അഹങ്കാരം കയറും. ഞാനത് വായിച്ചു തരാം. 28-ാം അധ്യായം യെഹെസ്കേൽ 28-ന്റെ 5-ാമത്തെ വാക്യം. നിന്റെ ഹൃദയം ധനനിമിത്തം ഗർവിച്ചു ഇരിക്കുന്നു. 28-ന്റെ 17, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു ഇരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 8-ന്റെ 1-ാം അധ്യായം, അറിവ് ചീർപ്പിക്കുന്നു, ഗർവുണ്ടാക്കുന്നു. ഇന്ന് പല ഭക്തന്മാരിലും കണ്ടുവരുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് ഒന്നുമില്ലാത്തത്. പാവം പിടിച്ച നിരക്ഷര പക്ഷികളായ, വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത പാവങ്ങൾ 3.5 വർഷം കൂടെ കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റി അവസാനം ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞു? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യെഹൂദയിലും ശമരിയയിലും ഇവിടെ അറ്റത്തോളം എൻ്റെ സാക്ഷികൾ. ശമരിയ പോരെന്നൊക്കെ ആദ്യം പറഞ്ഞു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ രക്ഷ സാർവത്രികമാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ പോകാം. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ശുശ്രൂഷ ചെയ്യാനുള്ള മെഷർമെൻ്റ് എന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കും. വലിയ വലിയ തിയോളജിക്കൽ സെമിനാരിയിലൊക്കെ പഠിച്ച് ആ പഠനത്തിൻ്റെ അറിവൊക്കെ അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഹൃദയം അങ്ങ് ചീർത്ത് ഒരു ഓട്ടോറിക്ഷക്കാരന് കൈ കൊടുക്കാൻ മടിക്കുന്ന പാസ്റ്റർമാരെ എനിക്കറിയാം. ഒരു സാധാരണ വിശ്വാസിയെ കാണുമ്പോൾ അറച്ചു നിൽക്കുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരിന്ന് ഭൂമിയിലില്ല പലരും. കാരണം എന്താ? PhD എടുത്തു, ബിരുദമെടുത്തു, MTH എടുത്തു, മാസ്റ്റർ ബിരുദങ്ങൾ എടുത്തു. എന്തിനു കൊള്ളാം നിങ്ങളെ കൊണ്ട്? ഇതെല്ലാം എടുത്തിട്ട് വീട്ടിൽ ഇരുന്ന് കുത്തിയിരുന്ന് പ്രാപിച്ച്, ഞങ്ങളുടെ ദിവസം പറഞ്ഞ പോലെ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിച്ചതിനത്തിന് കൊടുക്കുക. അതാണ് ശുശ്രൂഷ, അതാണ് അനുഗ്രഹം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതൊന്നും അല്ല. ഒടുവിൽ അകാല പ്രജ പോലുള്ള എനിക്കും പ്രത്യക്ഷമായി. ഞാൻ ആകുന്നത് കൃപയാൽ. പൗലോസ് പറയുന്നുണ്ട്, ദൈവസഭയെ ഉപദ്രവിച്ചാൽ അപ്പോസ്തലനെന്ന് പേരിന് യോഗ്യനല്ല. ഹല്ലേലൂയ. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോടുകൂടിയുള്ള ദൈവകൃപയത്രേ. 10-ാം വാക്യം. എന്നോടുകൂടിയുള്ള ദൈവകൃപ. കൃപമേൽ കൃപ പ്രാപിച്ച് ഓരോ ദിവസം മുൻപോട്ട് പോകും പ്രിയപ്പെട്ടവരെ. ഡിഗ്രി എല്ലാം താഴത്ത് വയ്ക്കേ. ഞാനൊരു ബൈബിൾ കോളേജിൽ 4-5 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ചവനാ. ഈ അനുഭവ സമ്പത്തൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ച് പഠിക്കുക, കർത്താവിൽ നിന്ന് പഠിക്കുക, കർത്താവിനെ കുറിച്ച് പഠിക്കുക, കർത്താവിൽ നിന്ന് പഠിക്കുക. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ വചനത്തിന്റെ ആഴം എന്താണെന്ന് പഠിക്കുക. 6:63 യോഹന്നാൻ എന്ന് വായിച്ചേ. യോഹന്നാൻ 6:63. സ്തോത്രം 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 സ്തോത്രം. Praise the Lord. Hallelujah. Hallelujah.
ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ, കർത്താവ് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. മോശ പ്രസംഗിച്ചാൽ അതിലില്ല. അത് കൊല്ലുന്നതാണെന്നാ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം പഠിപ്പിക്കുന്നത്. കൽപ്പലയിൽ എഴുതുന്നത് കൊല്ലുന്നതാണ്, മരണത്തിൻ്റെതാണ്, ഇരുട്ടിൻ്റെതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലോട്ട് വായിച്ച്, ഇവിടെ നിന്ന് വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദ്യം ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. മതി. അവൻ വെളിച്ചമായി വന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഹിന്ദു സഹോദരന്മാരിങ്ങനെ പാട്ടുപാടും, തമസ്വാമ സോദർഗമയ, അസത്വമ സദ്ഗമയ, പ്രത്യോർമാമൃതം ഗമയ. തമസ്സിരിട്ട് ഞങ്ങൾ ഇരുട്ടിലിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ വെളിച്ചത്തിലേക്ക് നടത്തണമേ. അസത്വമ സദ്ഗമയ, ഞങ്ങൾ അസത്യത്തിൽ നടക്കുന്ന ദൈവമേ, ഞങ്ങളെ സത്യത്തിലേക്ക് നടത്തണമേ. പ്രത്യോർമ അമൃതം ഗമയ, ഞങ്ങൾ മരണകരമായ അവസ്ഥയിലായിരിക്കുന്നു, ഞങ്ങളെ ജീവങ്കിലേക്ക് നടത്തണമേ എന്ന് പറഞ്ഞ് ഹൈന്ദവ മുനിമാര് പ്രാർത്ഥിച്ച് നമ്മുടെ ഭാരതത്തിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവർ മലകളിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് ചിതൽപുറ്റായ ചരിത്രം വെളിപ്പെടുത്തുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ നിത്യജീവനാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഞാൻ വെളിച്ചമാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകുന്നു. കർത്താവ് പറഞ്ഞ പോലെ ഒരു പ്രസ്താവന ലോകത്തിൽ ഒരു അവതാരങ്ങളും പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. ലോകത്തിൻ്റെ രക്ഷിതാവ് ദൈവപുത്രനായ യേശുക്രിസ്തുവാണ്. അതാണ് സകല ജാതി മതസ്ഥരും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എല്ലാവരും അല്ലെങ്കിലും ദൈവം കണ്ടവരൊക്കെ ദൈവത്തിലേക്ക് വരുന്നതിൻ്റെ കാരണം എന്താ? കർത്താവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ, മറ്റൊരുത്തരിലും രക്ഷയില്ല. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അതുപോലെ ലോകത്തിലുള്ള ആരും പറഞ്ഞിട്ടില്ല. കർത്താവ് എവിടെ നിന്ന് വന്നു എന്ന് വചനം പറയുന്നു, എങ്ങനെ ജീവിച്ചു എന്ന് വചനം പറയുന്നു, എങ്ങനെ മരിച്ചു എന്ന് വചനം പറഞ്ഞു, എങ്ങോട്ട് പോയെന്ന് വചനം പറയുന്നു. ഞാൻ പോകുന്നത് പ്രയോജനം, ഞാൻ പോകാൻ ഞാൻ കാര്യസ്ഥം വരികയില്ല. കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു പോയി. കർത്താവ് എവിടെ പോയെന്ന് കർത്താവിനറിയാം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാർ മരിച്ചിട്ട് അവരെവിടേക്ക് പോകുന്നു എന്ന് അവർക്കറിയത്തില്ല, നമുക്കറിയാം. കർത്താവിനെ കൂടാതെ മരിച്ചു പോയാൽ യാതനാസ്ഥലത്തേക്കും, പിന്നെ കർത്താവിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് പ്രമാണം അനുസരിച്ച് ജീവിച്ചു പോയാൽ വിശ്രാമ സ്ഥലത്തേക്ക്. നമുക്കറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. അതാ വചനത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വാക്കുകളെല്ലാം നിർത്തുക. അകാല പ്രജയാണെന്ന് പൗലൂസ് പറഞ്ഞെങ്കിൽ പൗലൂസിനേക്കാൾ ഒരു ഉപദേശി ലോകത്ത് ജീവിച്ചിരിപ്പില്ല, പൗലൂസിനേക്കാൾ ഒരു പാസ്റ്റർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. പൗലൂസിനെ പോലെ അറിവും കഴിവും ധനവും മാനവും ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. എൻ്റെ പൗലൂസിന് അപ്പുറം കയറി പറയാനെന്ന് നിങ്ങളാരും ശ്രമിക്കേണ്ട, നിങ്ങളും ഞാനും ശ്രമിക്കേണ്ട. പൗലൂസ് പറഞ്ഞതും പത്രോസ് പറഞ്ഞതും യോഹന്നാൻ പറഞ്ഞതും യാക്കോബ് പറഞ്ഞതും യൂദ പറഞ്ഞതുമായ വചനങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞ വചനങ്ങൾ, അത് പറഞ്ഞാൽ മതി. അപ്പുറം കയറി പറയരുത്, പണി പാളും. അവസാനം നിങ്ങളെ പിന്നെ സ്വർഗത്ത് കാണത്തില്ല, നരകത്തിലായിരിക്കും. സ്വത്രം 15-ാം വാക്യം, ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം
പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് ഹല്ലേലൂയ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? അപ്പോൾ കൊരിന്ത് സഭയിൽ മരിച്ചവരുടെ പുനരുദ്ധാനം ഇല്ലെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവരും എല്ലായിടത്തും ഉണ്ടെന്നേ. അന്നും ഇന്നും ഒക്കെ ഉണ്ട്. ഇന്ന് കുറേ കൂടുതലാണ്. അന്ന് ഇച്ചിരി കുറവായിരുന്നു. അന്ന് അറിവ് കുറവായിരുന്നു. ഇന്ന് അറിവ് വർദ്ധിച്ചല്ലോ, ജ്ഞാനം വർദ്ധിച്ചല്ലോ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുന്നു അറിവ് വർദ്ധിക്കുന്ന കാലം. അതിന് അവർ പൗലോസ് പറയുന്ന മറുപടിയാണ്. മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് ക്രിസ്തു ഉയർത്തുന്നിട്ടില്ല എന്നും ചിലർ പറയുന്നു. ക്രിസ്തു ഉയർത്തുന്നിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളെന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തുന്നിട്ടില്ല. ക്രിസ്തു ഉയർത്തുന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നുവരെ നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടുവരും, മരിച്ചു. 19 വാക്യം വായിച്ചു. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഈ ആയുസ്സിൽ പ്രാർത്ഥിച്ച് കാറ് മേടിക്കുന്നവരും, വീട് മേടിക്കുന്നവരും, ലോറി മേടിക്കുന്നവരും, ബൈക്ക് മേടിക്കുന്നവരും, ലോകത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിസ മേടിക്കുന്നവരും ശ്രദ്ധിച്ചു കൊള്ളുക. ഈ ആയുസ്സിൽ ഇവിടെ കിടന്ന് കളിക്കാനാണ് നിങ്ങൾ പ്രാർത്ഥിച്ച് പലതും പ്രാപിക്കുന്നെങ്കിൽ നിങ്ങളെപ്പോലെ അരിഷ്ടൻ ലോകത്ത് വേറെയില്ല. നിങ്ങൾക്ക് തരുന്ന പേരാണ് അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ, ദാരിദ്ര്യവാസി. ലവോദിക്ക 3 അനുഭവമാണ്. ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. തന്നിമിത്ത അരിഷ്ടനും നിർഭാഗ്യനുമായി തീർന്നു. വെളിപ്പാട് 3-ാം അധ്യായത്തിലെ ഒരു പഠനമാണ്, ധരിക്കാൻ പോകുന്നില്ല. അവിടെ ദരിദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, അരിഷ്ടനെ കുറിച്ച് പറയുന്നുണ്ട്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കരുത്. ഈ ആയുസ്സിന് എത്ര ദൈർഘ്യം? ഏറെ ആയാൽ 70-80 സംവത്സരം ഇവിടെ ജീവിക്കാൻ വേണ്ടി കാറ്, വീട്, ലോറി, വിദേശയാത്ര, മറ്റതൊക്കെ അതിനുവേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടുന്ന ഭക്തന്മാർ ആരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഇന്ന് നിർത്തിക്കോണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമെന്നുള്ളത് വരുവാനുള്ള ലോകമാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അത് നഷ്ടപ്പെടുത്തി കളയല്ലേ ഭക്തന്മാരെ. പണ്ടാരണ്ടും പറഞ്ഞല്ലോ, 3/4 നാഴിക ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് കോടാനുകോടി വർഷം നരകത്തിൽ പോയി കിടന്ന് അഴിയണല്ലേ. ഓ, ഭയങ്കരമാണത്. കർത്താവിനെ കൂടാതെ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ അവസ്ഥ ഭയങ്കരമാണ്, ഭീഭത്സമാണ്, ഭയാനകമാണ്. കെടാത്ത തീയും ചാകാത്ത പുഴിയും, പിന്നെ ഉഷ്ണക്കാറ്റും തീയും ഗന്ധകവും കൂരിരുട്ടും ഉള്ള ആ യാതനാസ്ഥലം, ഹെൽ, ആ നരകം ഭയാനകമാണ്, ഭയാനകമാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ കയറി കൂടിയിരിക്കുകയാണ് നരകത്തെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ ശക്തിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്വതന്ത്രമായിട്ട് നമ്മൾ നടക്കുന്നുണ്ട്, നമുക്കൊരു കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെട്ട പാനീയം, ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. യാതനാസ്ഥലത്ത് വീണ് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. ധനവാന്റെ വിളി എന്തായിരുന്നു? യാതനാസ്ഥലത്ത് കിടന്ന് ധനവാൻ വിളിച്ച വിളി എന്തായിരുന്നു? ലൂക്കോസ് 16 എടുത്തൊന്ന് വായിച്ചേ, അതിലറിയാം എന്താ ഉണ്ടെന്നുള്ളത്. അതിലറിയാം. നമ്മൾ സ്തോത്ര വചനത്തിലേക്ക് ഒന്ന് വാ. അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ. 16:24. എന്നിട്ട് അടുത്ത്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വാക്യം ഫ്ലക്സായിട്ട് ഒന്ന് അടിച്ച് വീട്ടിൽ തൂക്കിയാലും നല്ലതാണ്. ഇത് കണ്ടെങ്കിലും ഗുണം പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഇടവരട്ടെ നമുക്ക്. നരകത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. എത്ര നാളാ സഹോദരൻ വരെ വേദന അനുഭവിക്കണ്ടേ? ഹലോ, എത്ര നാളാ അനുഭവിക്കണ്ടേ? കോടാനുകോടി വർഷം.
കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിക്കേണ്ടത് എത്ര വർഷമാ? കോടാനുകോടി വർഷം. അവൻ്റെ മുഖം കൊണ്ട് അവനെ ആരാധിക്കാൻ കോടാനുകോടി വർഷം എടുക്കുമ്പോൾ, ഇവിടെ യാതനാ സ്ഥലത്ത് കിടന്ന് കോടാനുകോടി വർഷം വേദന അനുഭവിക്കുന്നു. പെന്തോക്കോ സമൂഹമേ, നിങ്ങൾ ഈ ദൂത് കേട്ടിട്ട് തള്ളിക്കളയല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ധനവാന്റെ എക്കണോമിയും ഈ ലാസറിന്റെ എക്കണോമിയും കൂടി ഒന്ന് പഠിച്ചു നോക്കാം. ധനവാൻ എന്തായിരുന്നു? അതിൻ്റെ 19 വാക്യം വായിച്ചേ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമര വസ്ത്രം ധരിച്ച് പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടുകൂടി സുഖിച്ചുകൊണ്ടിരുന്നു. ധനവാന്റെ ബയോഡാറ്റ. അടുത്ത ലാസർ എന്ന പേരുള്ളവൻ മരിച്ച്, ലാസർ എന്ന പേരുള്ള ദരിദ്രൻ വ്രണം നികഞ്ഞവനായി ആഗ്രഹിച്ചു. മതി. അപ്പോൾ അതിൻ്റെ ബയോഡറ്റ, ധനവാന്റെ ബയോഡറ്റ 16:19, ലാസറിന്റെ ബയോഡറ്റ 20:21. കാരണം തിന്നാൻ കുടിക്കാനും പോലും ഇല്ല. ഈ ആഹാരം കഴിക്കുന്നത് തന്നെ ദൈവകൃപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറുക്കൊന്നും ആഹാരം ഇറങ്ങത്തില്ല, വേണ്ട ആഹാരം. നമുക്ക് നല്ല ഫുഡ് കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തണമെന്നുള്ളത് ദൈവഹിതം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് പാപമല്ല, അത് ദൈവഹിതം തന്നെയാണ്. എന്നാൽ അത് അവന് കിട്ടിയില്ല. ഒരായുസ് മുഴുവൻ ദരിദ്രനായി ജീവിച്ച്, ഹല്ലേലൂയ.